സമ്മർ സ്ലാം നൈറ്റ് വണ്ണിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സമ്മർ സ്ലാം നൈറ്റ് വൺ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാച്ചൊക്കെയാണ് അത്യാവശ്യം നന്നായത്. എന്നാൽ മെയിൻ ഇവൻ്റ് മാച്ച് വേറെ ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ മെയിൻ ഇവൻറ്റിൽ അടിപൊളി ട്വിസ്റ്റൊക്കെ വെച്ചാണ് ഇന്നത്തെ സമ്മർ സ്ലാം പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സമ്മർ സ്ലാം മൊത്തത്തിൽ തൂക്കി നിർത്തിയത് മെയിൻ ഇവൻ്റ് മാച്ചാണ് എന്ന് 100% പറയാൻ സാധിക്കും. ഇനി സമ്മർ സ്ലാം നൈറ്റ് വണ്ണിൽ ഫസ്റ്റ് നടന്ന മാച്ചിനെ പറ്റി നോക്കാം. ഫസ്റ്റ് നടന്നത് റോമൻ റെയിൻസ് ആൻഡ് ജേ യുസോ വേഴ്സസ് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ ഇവരുടെ ടാഗ് ടീം മാച്ചാണ്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതായത് ഒരു വേറെ ലെവൽ മാച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു അടിപൊളി മാച്ചായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ച്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിരുന്നു. മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റോമൻ റെയിൻസ് ടീമാണ് ലീഡ് ചെയ്തത്. എന്നാൽ പിന്നീട് ഈട്ടടിച്ച സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ബ്രൗൺ ബ്രേക്കർ ടീം ലീഡ് ചെയ്തു. റോമൻ റെയിൻസിനെയും എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് അതുപോലെ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് റിംഗ് സൈഡിൽ പോയി ഇവർ റോമൻ റെയിൻസ് ജേ യുസോ ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റോമൻ റെയിൻസ് ഒരു അവസരം കിട്ടിയപ്പോൾ ബ്രൗൺ ബ്രേക്കറിന് ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് സ്പിയർ കൊടുത്തുകൊണ്ട് ായി മുന്നോട്ട് പോകുന്നതായിട്ടും അതുപോലെ തന്നെ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജേ യുസോനെ സ്പിയർ അടിക്കാൻ നോക്കിയ റോമൻ റെയിൻസ് അത് ത്യാഗം ചെയ്ത് വാങ്ങുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് റോമൻ റെയിൻസ് ബ്രോൺസൺ റീഡിൻ്റെ ആ ഒരു സ്പിയർ വാങ്ങിയ ശേഷം ജേ യുസോ ബ്രോൺസൺ റീഡിന് സ്പിയർ കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ ഫിനിഷറും ചെയ്ത് ജേ യുസോയാണ് ഈ മാച്ചിൽ പിൻ ചെയ്ത് ജേ യുസോ ആൻഡ് റോമൻ റെയിൻസ് ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അതായത് റോമൻ റെയിൻസ് സ്പിയർ അടിച്ചുകൊണ്ട് റോമൻ റെയിൻസ് പിൻ ചെയ്തതിന് ശേഷം വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ജേ യുസോ മൂലമാണ് ഈ മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ച് എന്ന് പറയാൻ സാധിക്കൂ. അതുപോലെ ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ളതും ജേ യുസോയാണ്. നന്നായി വലിച്ചു നീട്ടുന്നത് പോലെയും തോന്നി ഈ ഒരു മാച്ച്. അതുപോലെ ഒരുപാട് ഫിനിഷറൊക്കെ കിക്കൗട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതുപോലെയൊന്നും അങ്ങനെ സംഭവിച്ചില്ല. അടുത്ത മാച്ച് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ റക്കീൽ ആൻഡ് റോക്സാൻ പെരസ് വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ ആൻഡ് അലക്സ ബ്ലിസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. അതായത് ഈ മാച്ചും അല്പം സ്ലോ ആയി തന്നെയാണ് പോയത് എങ്കിലും ഈ മാച്ചിൽ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോറിയുമായിട്ട് നന്നായി കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതായത് ഈ മാച്ച് കാണുന്ന നമ്മൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും, അലക്സ ബ്ലിസും ഷാർലറ്റും ഈ മാച്ചിൽ അടിച്ചു പിരിഞ്ഞുകൊണ്ട് ഇവർ ഈ മാച്ച് തോൽക്കുമോ എന്നൊക്കെ. അതുപോലെയെല്ലാം പല സമയങ്ങളിലും കാണിച്ചിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാർലറ്റ് ഇവർക്ക് ഡബിൾ മൂൺസോൾട്ട് എല്ലാം കൊടുത്ത് പിൻ ചെയ്തു. അതേസമയം റക്കീൽ അത് കിക്കൗട്ട് ചെയ്തുകൊണ്ട് മാച്ചുമായി മുന്നോട്ട് പോയി. അതുപോലെ അലക്സ ബ്ലിസ് മാച്ചിൻ്റെ അവസാനത്തിൽ റക്കീൽ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് അത് അറിയാതെ ഷാർലറ്റിന് കിട്ടുന്നതായിട്ടും അപ്പോൾ തന്നെ ആ ഒരു മാച്ച് ഏകദേശം തീരുമാനമായി എന്ന് നമ്മൾ വിചാരിച്ചു കാണും. പിന്നീട് അവർ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഷാർലറ്റിന് ഡബിൾ ഫിനിഷർ എല്ലാം കൊടുത്ത് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ അലക്സ ബ്ലിസ് തന്നെ അത് ഒഴിവാക്കി വിട്ടു. ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ അലക്സ ബ്ലിസ് റോക്സാൻ പെരസിന് സിസ്റ്റർ അബിഗേൽ DDT കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഷാർലറ്റ് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവർ അലക്സ ബ്ലിസിനെ അറ്റാക്ക് ചെയ്യും എന്ന് വിചാരിച്ചാൽ ഒരു റക്കീലിനെയാണ് ഒരു ബിഗ് ബോട്ട് പോലെയെല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തത്. ശേഷം അലക്സ ബ്ലിസ് സിസ്റ്റർ അബിഗേൽ DDT കൊടുത്തുകൊണ്ട് റോക്സാൻ പെരസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ അലക്സ ബ്ലിസ് ആൻഡ് ഷാർലറ്റ് ഇവരാണ് വിൻ ചെയ്ത് ന്യൂ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ മാച്ചും അല്പം സ്ലോ ആയിട്ടാണ് പോയത് എങ്കിലും നല്ല രീതിയിൽ സ്റ്റോറി കണക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ച് ഒരു നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതിനുശേഷം സാമി സൈൻ വേഴ്സസ് കെരിയൻ ക്രോസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് കെരിയൻ ക്രോസ് ഒക്കെ വിൻ ചെയ്ത് ഇനി അടിപൊളിയായി WWE മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ ആ പ്രതീക്ഷയെല്ലാം മൊത്തത്തിൽ തെറ്റിയ ഒരു മാച്ചായിരുന്നു ഇത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ചുകൊണ്ട് സ്കാർലറ്റ് ആ ഒരു ഇരുമ്പ് പൈപ്പെല്ലാം കൊണ്ടുവന്ന് കെരിയൻ ക്രോസിന് കൊടുക്കുന്നതായിട്ടും റഫറി കാണാതെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കാർലറ്റ് നേരെ തിരിഞ്ഞുകൊണ്ട് ആ ഒരു ഇരുമ്പ് പൈപ്പ് സാമി സൈൻ്റെ കയ്യിലേക്ക് കൊടുത്ത് സാമി സൈനോട് കെരിയൻ ക്രോസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടും സാമി സൈൻ്റെ ഡാർക്ക് സൈഡ് കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സാമി സൈൻ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചു. പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ ഹെലിയോ കിക്ക് ചെയ്തുകൊണ്ട് കെരിയൻ ക്രോസിനെ പിൻ ചെയ്ത് സാമി സൈനാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് കെരിയൻ ക്രോസ് വിൻ ചെയ്യും
എന്നിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ കെവിൻ ക്രോസിന്റെ കാര്യം ഇതോടുകൂടി ചിലപ്പോൾ തീരുമാനമായേക്കാം. കൂടുതലും WWE റിലീസ് ചെയ്ത് വിടാനുള്ള ചാൻസും കാണുന്നുണ്ട്. എന്തായാലും നോക്കാം. പിന്നെ സമി സൈൻ കെവിൻ ക്രോസ് മാച്ച് ഇങ്ങനെ കാണിക്കാനായിരുന്നു പ്ലാൻ എങ്കിൽ ഇതിൽ നല്ലത് ഷെയ്മസ് വേഴ്സസ് റൂസയോ മാച്ച് സമ്മർ സ്ലാമിൽ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നും ഈ മാച്ച് കണ്ടപ്പോൾ തോന്നിപ്പോയി. അടുത്ത മാച്ച് വുമൻസ് ചാമ്പ്യൻഷിപ്പ്. വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്റ്റാറ്റൻ വേഴ്സസ് ക്വീൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്ത ജേഡ് കാർഗിൽ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മാച്ചായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസരം കിട്ടിയപ്പോൾ ജേഡ് കാർഗിൽ ടിഫനി സ്റ്റാറ്റനെ ഫിനിഷർ ചെയ്ത് പിൻ ചെയ്തപ്പോൾ അത് നേരെ റോപ്പിൽ ചെന്ന് ടിഫനിയുടെ കാല് മുട്ടുന്നതായിട്ടും ശേഷം ആ ഒരു പിൻ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്തു. അവസാനം റോപ്പിന്റെ മുകളിൽ നിന്നും ഫിനിഷർ അടിക്കാൻ നോക്കിയ ജേഡ് കാർഗിലിനെ ടിഫനി സ്റ്റാറ്റൻ റിങ്ങിലേക്ക് തട്ടിയിട്ടുകൊണ്ട് അങ്ങനെ തന്നെ മൂൺസോൾട്ട് കൊടുത്ത് ഈ മാച്ചിൽ ടിഫനി സ്റ്റാറ്റൻ ആണ് ജേഡ് കാർഗിലിനെ പിൻ ചെയ്ത് സ്റ്റിൽ വുമൻസ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ചിൽ ജേഡ് കാർഗിൽ വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ടിഫനി സ്റ്റാറ്റൻ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. എന്തായാലും ഉടായ്പൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ടാഗ് ടീം മാച്ച് റാൻഡി ഓർട്ടൻ, ജെല്ലി റോൾ വേഴ്സസ് ഡ്രൂ മാക്കൻടയർ, ലോഗൻ പോൾ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് ഒരു പ്രതീക്ഷയില്ലാത്ത മാച്ചായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം നല്ല മാച്ചായി തന്നെ മുന്നോട്ട് പോയി. അതായത് മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് നോക്കണ്ട, പകുതിക്ക് വെച്ച് ഇവർ റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം റാൻഡി ഓർട്ടനെ ഡ്രൂ മാക്കൻടയർ അവിടെ വെച്ച് തന്നെ ക്ലൈമോർ ചെയ്തൊക്കെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയതും, അതുപോലെ ലോഗൻ പോൾ ജെല്ലി റോളിനെ അനൗൺസ് ടേബിളിന് മുകളിലേക്ക് ഫിനിഷർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തതും നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ മാച്ചിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമാക്സ് തന്നെയാണ്. പക്ഷെ റാൻഡി ഓർട്ടൻ ഫാൻസിനൊന്നും അത് സെറ്റാവാൻ ചാൻസ് ഇല്ല. അതായത് മാച്ചിൻ്റെ അവസാനത്തിൽ ഡ്രൂ മാക്കൻടയറിനെ റാൻഡി ഓർട്ടൻ RKO ചെയ്തു. പിന്നീട് ലോഗൻ പോൾ ജെല്ലി റോളിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ലോഗൻ പോൾ ആൻഡ് ഡ്രൂ മാക്കൻടയർ ഇവരാണ് വിൻ ചെയ്തത്. അതായത് റാൻഡി ഓർട്ടൻ എപ്പോഴും സിംഗിൾസ് മാച്ചിലാണ് തോൽക്കാറ്. ഇപ്പോഴിതാ ടാഗ് ടീം മാച്ചിലും കൊണ്ടുവന്ന് തോൽപ്പിച്ചേക്കാണ് സമ്മർ സ്ലാമിൽ. മാച്ചിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നതിൽ ഞാൻ മോശം പറയില്ല. പക്ഷെ റാൻഡി ഓർട്ടൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. ഇനി സമ്മർ സ്ലാം മെയിൻ ഇവൻ്റ് മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു മാച്ചാണ് സമ്മർ സ്ലാം 91 രക്ഷിച്ചത് എന്ന് 100% ഉറപ്പ് പറയാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു വേറെ ലെവൽ മാച്ചായിരുന്നു ഇത്. അതായത് CM Punk വേഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഗുന്തർ, ഇവർക്കാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. ഒരു രക്ഷയില്ലാത്ത മാച്ചും അതുപോലെ വേറെ ലെവൽ ടിസ്റ്റുമാണ് മാച്ചിൻ്റെ അവസാനം സംഭവിച്ചത്. പിന്നെ ഈ മാച്ച് കണ്ടപ്പോൾ വളരെയധികം സങ്കടമെല്ലാം വന്നു. അതുപോലെയാണ് CM Punkനെ നമ്മുടെ ഗന്ധർ അറ്റാക്ക് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. CM Punk ഗോ ടു സ്ലീപ്പ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പിന്നീട് CM Punk ഒരു അവസരം കിട്ടിയ സമയത്ത് അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് ഗന്ധറിനെ തട്ടിയിടുന്നതായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ ഗന്ധറിൻ്റെ മുഖത്തെല്ലാം നിറയെ ബ്ലഡ് വന്നുകൊണ്ട് ആ ഒരു ബ്ലഡ് എല്ലാം വെച്ച് വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. ആ സമയത്ത് CM Punk ബാക്ക് ടു ബാക്ക് ഗോ ടു സ്ലീപ്പ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഗന്ധറിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ CM Punk ആണ് വിൻ ചെയ്ത് ന്യൂ WWE വേൾഡ് ചാമ്പ്യൻ ആയത്. അങ്ങനെ ചാമ്പ്യൻ ആയതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് സംഭവിച്ചത്. അതായത് മിസ്റ്റർ മണി ഇൻ ദി ബാങ്ക് സെത്ത് റോളൻസ് അവിടെ റിട്ടേൺ ചെയ്യുന്നതായിട്ടും പിന്നീട് CM Punkന് ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെ, അതായത് തനിക്ക് ഇഞ്ചുറിയാണ്, ഇഞ്ചുറി മാറിയതിന് ശേഷം വരാം എന്നൊക്കെ പറയുന്നത് പോലെ കാണിച്ചുകൊണ്ട് തിരികെ പോകാൻ നോക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു വോക്കിംഗ് സ്റ്റിക്ക് ഉപേക്ഷിച്ച് മണി ഇൻ ദി ബാങ്ക് പോൾ ഹേമൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി CM Punkന്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്തു. അപ്പോഴേക്കും CM Punk അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. സെത്ത് ചാമ്പ്യൻഷിപ്പ് മണി ഇൻ ദി ബാങ്ക് എല്ലാം വെച്ച് CM Punkനെ അറ്റാക്ക് ചെയ്തു. ശേഷം ക്യാഷ് ഇൻ ചെയ്ത് ഒഫീഷ്യലാക്കി ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സെക്കൻഡിൽ തന്നെ CM Punkനെ ടോസ് സ്റ്റംപ് ചെയ്തുകൊണ്ട് സെത്ത് റോളൻസ് പിൻ ചെയ്ത് ഈ മാച്ചിൽ സെത്ത് റോളൻസ് ആണ് വിൻ ചെയ്ത് ന്യൂ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പിന്നെ WWE ഈ ഒരു മണി ഇൻ ദി ബാങ്ക് ക്യാഷിങ് വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട് സെത്തിനെ വെച്ച്. അതായത് ഇതുപോലെ റെസൽമേനിയയിൽ ചെയ്തു, ഇപ്പോൾ സമ്മർ സ്ലാമിലും ചെയ്തത് വേറെ ലെവലായിട്ടുണ്ട്. അതായത് ഈ സെഗ്മെൻറ്റിൽ വേണമെങ്കിൽ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കറൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം സെത്ത് വന്ന് ക്യാഷിങ് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒട്ടും സെറ്റാവില്ല. അപ്പോൾ സെത്ത് അവസാനം വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് തൂക്കിയത്. CM Punk ചാമ്പ്യൻഷിപ്പ് ജയിച്ച് 5 മിനിറ്റ് കൊണ്ട് CM Punkന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഒരു വശത്ത് സെത്ത് ചാമ്പ്യനായതിൽ സന്തോഷം, മറുവശത്ത് CM Punkന്റെ ചാമ്പ്യൻഷിപ്പ് പോയതിൽ സങ്കടം.
ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ് ആണ് ഇന്ന് സമ്മർ സ്ലാമിൽ കൊണ്ടുവച്ചത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് സമ്മർ സ്ലാമിൽ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഈ മണി ദി ബാങ്ക് ക്യാഷിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ സമ്മർ സ്ലാം ഇത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു മെയിൻ ഇവന്റ് മാച്ച് ഇങ്ങനെ വന്നതുകൊണ്ട് സമ്മർ സ്ലാം നൈറ്റ് 1 നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് എല്ലാ മാച്ചും കൂട്ടി പറയല്ല, മെയിൻ ഇവന്റ് വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട്, അതും പ്രത്യേകിച്ച് സെറ്റിന്റെ മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നാളത്തെ മാച്ചിൽ കോഡിയുടെ ഹീൽ ടേണോ അല്ലെങ്കിൽ ജോൺസീനെ തന്നെ നമ്മളെ പറ്റിക്കാനോ ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാം. സമ്മർ സ്ലാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.